വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17-ാമത് വാക്യം. എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത് എന്നോർമ്മപ്പെടുത്തുന്ന വാക്കാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്തിലുള്ളതായ സഭകളോടും മാത്രമല്ല, സകല സഭകളോടും പറയുന്നതായ 2 പ്രസ്താവന കർത്താവ് വിഭാഗിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി അതിനെ വ്യാപാരം ചെയ്യണമെന്നും, അത്യുന്നതനായ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് നിങ്ങൾ നടക്കുവാൻ ഉത്സാഹിക്കണമെന്നും ഈ വചനങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ജന്മിയായ ഒരു മനുഷ്യൻ പരദേശത്തേക്ക് കടന്നു പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് കയ്യിലുണ്ടായിരുന്ന നന്മയിൽ ചിലത് അവർക്ക് വിഭാഗിച്ച് കൊടുത്തു. ഒരുവനെ അരികെ വിളിച്ച് അവൻ 5 താലന്തും, രണ്ടാമത്തവനെ അരികിൽ വിളിച്ച് അവന് 2 താലന്തും, മൂന്നാമത്തവന് 1 താലന്തും നൽകിയിട്ട് നിങ്ങൾ ഇത് വ്യാപാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ജന്മിയായ മനുഷ്യൻ പരദേശത്തേക്ക് കടന്നുപോയി. അവരുടെ കയ്യിൽ ലഭ്യമായ താലന്തുകൾ കൃത്യമായ തലത്തിൽ വ്യാപാരം ചെയ്യേണ്ടവരായിരുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും ദാസന്മാർ അവർക്ക് വിഭാഗിച്ചു കൊടുത്തതായ ആ താലന്തുകൾ അവർ കൃത്യമായി വ്യാപാരം ചെയ്തു. യജമാനൻ മടങ്ങി വന്നപ്പോൾ അവർ കൃത്യമായി കണക്ക് ബോധിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ മൂന്നാമത്തവൻ അവൻ്റെ കയ്യിൽ വിഭാഗിച്ച് ലഭിച്ചതായ ആ താലന്ത് വ്യാപാരം ചെയ്യുവാൻ മനസ്സ് കാണിച്ചില്ല എന്നും ദുഷ്ടനും മടിയനുമായി ദാസനെന്ന് പറഞ്ഞവനെ അവൻ്റെ അരികിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പൗലോസ് പറയുകയാണ്, കർത്താവ് നിങ്ങൾക്ക് വിഭാഗിച്ച് തന്നിരിക്കുന്നതിനെ നിങ്ങൾ കൃത്യമായി വ്യാപാരം ചെയ്യാൻ ഉത്സാഹിക്കണം എന്ന പദമാണ്. രണ്ടാമത്തത്, ദൈവം നമ്മെ വിളിച്ചപ്പോൾ ആ വിളിയുടെ ഉള്ളിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കുവാൻ ഉത്സാഹിക്കണം. എങ്ങനെ നടക്കുവാൻ വേണ്ടിയാണ്? എങ്ങനെ ആയിരിക്കാൻ വേണ്ടിയാണ്? ഏത് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് അത്യുന്നതനായ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലയിൽ നിങ്ങൾ ആയിത്തീരുവാൻ ഉത്സാഹിക്കണം. എങ്കിൽ മാത്രമേ ദൈവിക നന്മകൾ, അനുഗ്രഹങ്ങൾ ഒക്കെ അതിൻ്റെ തലങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ള പ്രസ്താവനയാണ്. നമുക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കയ്യിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതും അത്യുന്നതനായ ദൈവം നമ്മെ വിളിച്ച് അയച്ചിരിക്കുന്നതുമായ വിളികളെക്കുറിച്ചും ആ വഴികളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാനും
നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാനും കഴിയേണ്ടതിന് ദൈവസന്നിധിയിൽ ഉത്സാഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി തീരാം. ആ നിലയിൽ ജീവിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളിച്ച വിളി ഞങ്ങൾക്കറിയുവാൻ, അങ്ങ് ഞങ്ങളുടെ കൈകളിൽ തന്നിരിക്കുന്നത് എന്തെന്ന് ഞങ്ങൾ ഗ്രഹിച്ച് ഞങ്ങൾ കൃത്യമായി അതിൻ്റെ പ്രവർത്തികൾ ആ നിലയിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാനിടയാകാതെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളി കേൾപ്പാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. ദൈവവചന ചിന്ത കേട്ട എല്ലാവർക്കും സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.